പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും മലയാളം ഹൊറർ സീരീസിൻ്റെ പുതിയ അനുഭവത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുധീഷ് ബാബു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിലുണ്ടായ ഒരനുഭവത്തെക്കുറിച്ചാണ്. ഇത് നടന്നത് 90 കാലഘട്ടങ്ങളിലായിരുന്നു. എന്നോട് അച്ഛൻ ഈ അനുഭവം പങ്കുവെക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ കൈകൾ വിറക്കുന്നത് ഞാൻ അന്ന് കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആ അനുഭവം അച്ഛനെ എത്രമാത്രം ഭയപ്പെടുത്തിയെന്ന് എനിക്കിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഒരനുഭവമായി നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പങ്കുവെക്കാം. എൻ്റെ 27-ാം വയസ്സിലായിരുന്നു എനിക്ക് ഈ അനുഭവം ഉണ്ടാകുന്നത്. അന്ന് നമ്മുടെ നാട് ഇപ്പോൾ കാണുന്നത് പോലെയല്ല. പകൽ സമയങ്ങളിൽ റബ്ബർ തോട്ടങ്ങളും പാടങ്ങളും കരിമ്പനകളും എല്ലാമായി പ്രകൃതി ഭംഗി തഴച്ചു നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നുവെങ്കിലും രാത്രിയായാൽ ഭയാനകമായൊരു നിശബ്ദതയിലേക്ക് ഈ ഗ്രാമം വഴുതി വീഴും. പിന്നെ കൈകളിൽ ഫോണോ അർദ്ധരാത്രികളിൽ ഒരു സഹായത്തിന് വിളിച്ചാൽ ഓടിയെത്തുവാൻ സംവിധാനങ്ങളോ ഒന്നുമുള്ളൊരു സമയമായിരുന്നില്ല അത്. രാത്രി 8 മണി കഴിഞ്ഞാൽ ടൗണിൽ നിന്നും നമ്മുടെ നാട്ടിലേക്കുള്ള ബസ്സുകൾ നിർത്തും. ഇന്നത്തെ പോലെയല്ല, ആകെ 2-3 ബസ്സുകൾ മാത്രമാണ് നമ്മുടെ നാട്ടിലേക്കുള്ളത്. അതുപോലെ തന്നെ സന്ധ്യ കഴിയുമ്പോൾ തന്നെ ആളുകൾ വീട്ടിൽ കയറി കതകൾ അടയ്ക്കും. ഇന്നത്തെ പോലെ രാത്രി ആളുകൾ കറങ്ങി നടക്കുകയോ കൂട്ടുകൂടലോ ഒന്നും അധികം ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ രാത്രിയായാൽ ഗ്രാമത്തിൽ മുഴുവൻ വല്ലാത്തൊരു നിശബ്ദതയായിരിക്കും. അന്ന് 1992 ഡിസംബർ 18 ആയിരുന്നു. എൻ്റെ കോളേജ് കാലത്തെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു ഹരിപ്രസാദ്. ഹരിപ്രസാദിൻ്റെ കല്യാണമായിരുന്നു. പാലക്കാട് ടൗണിനടുത്ത് തന്നെയാണ് അവൻ്റെ വീട്. കല്യാണം കഴിഞ്ഞ് വൈകുന്നേരത്തെ സൽക്കാരവും കൂടെ കഴിയുമ്പോഴേക്കും സമയം ഒരുപാട് വൈകി. ഞാൻ എൻ്റെ പഴയ യമഹ RX100 ബൈക്കിലാണ് പോയത്. കൂട്ടുകാരെല്ലാം എന്നെ അവിടെ നിൽക്കുവാൻ വേണ്ടി നിർബന്ധിച്ചിരുന്നു. പക്ഷേ പിറ്റേന്ന് പുലർച്ചെ വീട്ടിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളതുകൊണ്ട് എനിക്ക് മടങ്ങിയേ തീരൂ എന്ന് നിർബന്ധമുണ്ടായിരുന്നു. ഞാൻ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ സമയം രാത്രി 11:30 കഴിഞ്ഞിരുന്നു. മെയിൻ റോഡിൽ നിന്ന് മാറി ഗ്രാമത്തിലേക്കുള്ള ഉൾവഴിയിലേക്ക് ബൈക്ക് തിരിച്ചപ്പോൾ തന്നെ തണുത്ത കാറ്റ് എൻ്റെ മുഖത്തേക്ക് അടിച്ചു കയറി. ഡിസംബറിലെ കടുത്ത മഞ്ഞും കാറും കാരണം മൂടൽമഞ്ഞ് കനത്ത് നിൽക്കുകയായിരുന്നു. ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റ് വെളിച്ചം പോലും ആ മഞ്ഞിനെ തുളച്ച് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നില്ല. റോഡിൻ്റെ ഇരുവശത്തും ഭീമാകാരന്മാരെ പോലെ നിൽക്കുന്ന കരിമ്പനകൾ കാറ്റിൽ ആടിയുലയുന്നുണ്ടായിരുന്നു. എനിക്കെന്തോ ഒരു അസ്വസ്ഥത തോന്നി തുടങ്ങി. ആ വഴിയിൽ മറ്റൊരു വണ്ടി പോലും ഞാൻ കണ്ടില്ല. വല്ലപ്പോഴും ഒരു തെരുവുനായുടെ ഓരിയിടൽ മാത്രമാണ് ദൂരെ കേൾക്കുവാൻ സാധിക്കുന്നത്. അതല്ലാതെ എൻ്റെ ബൈക്കിൻ്റെ എൻജിൻ ശബ്ദം മാത്രമാണ് ആ രാത്രിയെ ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പകുതി ദൂരം പിന്നിട്ടപ്പോഴാണ് ആ യാത്രയിലെ ഏറ്റവും വലിയ തടസ്സം എൻ്റെ മുന്നിൽ വരുന്നത്. ചാത്തൻകാവ് റെയിൽവേ ക്രോസ്. ഗ്രാമത്തിൻ്റെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന ഒറ്റപ്പെട്ട റെയിൽവേ ലൈനാണ്. ആ ക്രോസിൽ അന്ന് ഗേറ്റ് കീപ്പർമാർ ഇരിക്കുന്ന ഒരു ചെറിയ കോൺക്രീറ്റ് ക്യാബിനുണ്ട്. സാധാരണ രാത്രി 10 മണി കഴിഞ്ഞാൽ ആ ഗേറ്റ് സ്ഥിരമായി അടച്ചിടും. കാരണം ചരക്ക് വണ്ടികൾ പോകുന്ന സമയമാണ്. വണ്ടികൾ വരുമ്പോൾ മാത്രമാണ് ഗേറ്റ് കീപ്പർ പുറത്തിറങ്ങി അത് തുറന്നു വരുന്നത്. ഞാനവിടെ എത്തുമ്പോൾ സമയം കൃത്യം 12:15 ആയിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇരുമ്പ് ഗേറ്റുകൾ 2 വശത്തും അടഞ്ഞു കിടക്കുകയാണ്. ഗേറ്റിന് മുകളിലൂടെ ചെറിയ ചുവന്ന സിഗ്നൽ ലൈറ്റ് ഇരുട്ടിലൊരു ചോരക്കണ്ട് പോലെ മിന്നിമറയുന്നുണ്ട്. അവിടെ എത്തിയതും ഞാൻ എൻ്റെ ബൈക്ക് ന്യൂട്രലാക്കി സ്റ്റാൻഡിലിട്ടു. തണുപ്പ് കാരണം എൻ്റെ കൈകൾ ഐസ് പോലെ ഉറഞ്ഞു പോയിരുന്നു. ഞാൻ വണ്ടിയുടെ ബാഗിൽ വെച്ചിരുന്ന ചെറിയ ടോർച്ച് എടുത്തു. അന്നൊക്കെ എൻ്റെ വണ്ടിയിൽ എപ്പോഴും ഒരു ടോർച്ച് ലൈറ്റ് കൂടെ കാണും. എന്തെങ്കിലും ഇരുട്ടുള്ള വഴികൾ കൂടി നടന്നു പോകേണ്ട ആവശ്യം വന്നാൽ ഉപയോഗിക്കുവാനായി വെച്ചിരിക്കുന്നതാണ്. ഇന്നത്തെ പോലെ ഫ്ലാഷ് അടിച്ച് നോക്കുവാൻ നമ്മുടെ കയ്യിൽ ഫോണൊന്നുമുള്ള കാലമല്ലല്ലോ. ഞാൻ ബൈക്കിൻ്റെ എൻജിൻ ഓഫ് ചെയ്തു. പെട്ടെന്ന് ചുറ്റുമൊരു ഭീകരമായ നിശബ്ദത പടർന്നു. ഒരു ഇലനക്കം പോലുമില്ല. കനത്ത മൂടൽമഞ്ഞ് കാരണം റെയിൽവേ ട്രാക്കിൻ്റെ ഇരുവശവും കാണാൻ പോലും പറ്റുന്നില്ല. ഞാൻ സാധാരണ ചെയ്യാറുള്ളത് പോലെ ഗേറ്റ് കീപ്പറുടെ ക്യാബിനിലേക്ക് നോക്കി. അവിടെ ഒരു ചെറിയ മണ്ണെണ്ണ വിളക്ക് കത്തുന്നുണ്ടായിരുന്നു. ജനലിലൂടെ നോക്കിയപ്പോൾ ഉള്ളിൽ ആരോ ഇരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ ഉറക്കെ വിളിച്ചു, ചേട്ടാ ഒന്ന് തുറക്കാമോ, വണ്ടി വരാൻ സമയമുണ്ടോ? മറുപടി ഒന്നും ഉണ്ടായില്ല. ക്യാബിൻ്റെ ഉള്ളിലെ രൂപം അനങ്ങാതെ തന്നെ ഇരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു അയാൾ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടാകുമെന്ന്. ഞാൻ ബൈക്കിൽ നിന്നിറങ്ങി ഗേറ്റിനടുത്തേക്ക് നടന്നു. ആ സമയത്താണ് പെട്ടെന്ന് വായുവിലൊരു മാറ്റം അനുഭവപ്പെട്ടത്. വായുവിലെ തണുപ്പ് പെട്ടെന്ന് മാറി കടുത്ത ഒരു ചൂട് അനുഭവപ്പെടാൻ തുടങ്ങി. അതോടൊപ്പം എൻ്റെ ശ്വാസം മുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു മണം വായുവിൽ പടർന്നു. കരിഞ്ഞ മാംസത്തിൻ്റെ മണം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കരിഞ്ഞ മാംസത്തിൻ്റെ മണം അനുഭവിച്ചിട്ടുണ്ടോ? അത് നിങ്ങളുടെ തൊണ്ടയിലേക്ക് നേരിട്ടടിച്ചു കയറും. തലച്ചോറിനെ മരവിപ്പിക്കും. ഞാൻ മൂക്ക് പൊത്തി ചുറ്റും നോക്കി. എവിടെ നിന്നാണ് മണം വരുന്നതെന്ന്.
ട്രാക്കിന് ഇരുവശമുള്ള കാട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും കത്തിക്കുന്നതാണോ? പക്ഷേ അർദ്ധരാത്രിയിൽ ആര് വരുവാനാണ് ഇതുപോലെ വിജനമായൊരു സ്ഥലത്ത്? അങ്ങനെ പല ചിന്തകളും എൻ്റെ മനസ്സിലേക്ക് വന്നു. പെട്ടെന്ന് ക്യാബിൻ്റെ ഉള്ളിലെ മണ്ണെണ്ണ വിളക്ക് തനിയെ കെട്ടു. ചുറ്റും പൂർണ്ണമായി ഇരുട്ടായി. ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് ഓണാക്കി. പാളത്തിലേക്കും അതുപോലെ തന്നെ ക്യാബിൻ്റെ നേർക്കും ഞാൻ ആ വെട്ടമടിച്ചു. ആ വെട്ടമത്ര വലുതൊന്നുമായിരുന്നില്ല ആ മഞ്ഞിന്. അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തമായി ഒന്നും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ വെട്ടം ചുറ്റിനും അടിച്ചു. അങ്ങനെ റെയിൽവേ ലൈനിൻ്റെ ഒരു സൈഡിലേക്ക് അടിച്ചപ്പോൾ ഞാൻ കണ്ടു, മൂടൽ മഞ്ഞിനെ കീറിമുറിച്ചുകൊണ്ട് ദൂരെ നിന്ന് ആരോ നടന്നു വരുന്നു. റെയിൽവേ പാളത്തിലൂടെയാണ് ആ രൂപം വരുന്നത്. അതൊരു സ്ത്രീയുടെ രൂപമാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു പഴയ വെള്ളത്തുണി മാത്രമാണ് ശരീരം മുഴുവൻ പുതച്ചിരിക്കുന്നത്. അവളുടെ തലമുടി അഴിഞ്ഞു കിടക്കുകയാണ്. വളരെ പതുക്കെ പാളത്തിൻ്റെ മുകളിൽ മെറ്റൽ കല്ലുകൾ ചവിട്ടിയാണ് അവർ വരുന്നത്. പക്ഷേ വിചിത്രമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ നടക്കുമ്പോൾ ആ കല്ലുകൾ അനങ്ങുന്ന ശബ്ദം കേൾക്കുവാനാവുന്നില്ല. തികച്ചും നിശബ്ദമായൊരു ചലനം. അതെന്നിൽ ഒരു ചെറിയ ഭയമുണർത്തിയിരുന്നു. എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു, ബാബു, ഇത് അപകടമാണ്, ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമെന്ന്. പക്ഷേ എൻ്റെ കാലുകൾ നിലത്തുറച്ചു പോയിരുന്നു. ഒരടി പോലും മുന്നോട്ട് പിന്നോട്ട് വെക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഭയം എൻ്റെ ശരീരത്തെ പൂർണ്ണമായി തളർത്തി കളഞ്ഞിരുന്നു. അവർ നടന്ന് ടോർച്ചിൻ്റെ ലൈറ്റ് കൃത്യമായി അടിക്കുന്ന ഗേറ്റിൻ്റെ അപ്പുറത്തെ വശത്ത് വന്നു നിന്നു. വെളിച്ചം അവരുടെ മുഖത്തേക്ക് വീണു. ആ നിമിഷം എൻ്റെ ആയുസ്സിൽ ഞാൻ കണ്ട ഏറ്റവും ഭയാനകമായ കാഴ്ചയായിരുന്നു അത്. അത് ഒരു മനുഷ്യൻ്റെ മുഖമായിരുന്നില്ല. തീപ്പൊള്ളലേറ്റ് ഉരുകിയൊലിച്ച മാംസം. കവിളിലെ തൊലി ഉരുകി താടിയെല്ലിൻ്റെ വെള്ള നിറം പുറത്ത് കാണാമായിരുന്നു. കൺതടങ്ങളിൽ കണ്ണുകളുണ്ടായിരുന്നില്ല. പകരം കറുത്ത ഒരു ദ്രാവകം വാർന്നൊഴിക്കുന്ന 2 കറുത്ത കുഴികൾ മാത്രം. ചുണ്ടുകൾ പൂർണ്ണമായി വെന്തുരുക്കിപ്പോയതുകൊണ്ട് പല്ലുകൾ ക്രൂരമായൊരു ചിരിയോടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. ആ രൂപം എന്നെ നോക്കി പതുക്കെ തലചരിപ്പിച്ചു. ആ ഭയാനകമായ രൂപം കണ്ടപ്പോൾ എൻ്റെ ശ്വാസം തൊണ്ടയിൽ കുടുങ്ങി. ഞാൻ ഒച്ചയുണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ എൻ്റെ തൊണ്ടയിൽ നിന്ന് ഒരു ചെറിയ ശബ്ദം പോലും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. എൻ്റെ നെഞ്ച് പടപടായിടിക്കുന്നത് എനിക്ക് തന്നെ കേൾക്കാമായിരുന്നു. പെട്ടെന്ന് ആ രൂപം കൈകൾ രണ്ടും മുന്നോട്ട് നീട്ടി. ആ കൈകളിലെ നഖങ്ങൾ കരിഞ്ഞു നീണ്ടു നിന്നിരുന്നു. ആ രൂപം ഞാൻ നോക്കി നിൽക്കെ ആ പാളത്തിൻ്റെ അപ്പുറത്തു നിന്നും അവരുടെ കരിഞ്ഞ രക്തവും പഴുപ്പൂനിക്കുന്ന കാലുകളുമായി വലിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുവാൻ തുടങ്ങി. അവർ മുന്നോട്ട് വരുന്തോറും ആ കരിഞ്ഞ മാംസത്തിൻ്റെ മണം എന്നെ ബോധം കെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരുന്നു. എൻ്റെ ചുറ്റുമുള്ള വായുവിന് കടുത്ത ചൂടായി തുടങ്ങുന്നത് ഞാൻ അറിഞ്ഞു. ഭയന്ന് വിറച്ചുപോയ എനിക്ക് അവിടെ നിന്ന് ഒന്ന് ഓടി രക്ഷപ്പെടുവാനോ അല്ലെങ്കിൽ ഉച്ചത്തിലൊന്ന് നിലവിളിക്കുവാനോ പോലും സാധിച്ചില്ല. ഒരു മിന്നലേറ്റതുപോലെ ഞാൻ ആ സ്ത്രീ വരുന്നത് നോക്കിക്കൊണ്ട് എൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി മരവിച്ചവിടെ നിന്നുപോയി. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവർ എൻ്റെ തൊട്ട് മുന്നിൽ വന്നു നിന്നു. അവരുടെ മുഖത്ത് നിന്ന് ഉരുകിയ മാംസത്തിൻ്റെ തുള്ളികൾ എൻ്റെ ബൈക്കിൻ്റെ ടാങ്കിലേക്ക് വീഴുന്നത് ഞാൻ ഭയത്തോടെ നോക്കി നിന്നു. പെട്ടെന്ന് ആ രൂപം അതിൻ്റെ വായ തുറന്നു. വെന്തുപോയ ആ തൊണ്ടയിൽക്കുള്ളിൽ നിന്ന് മനുഷ്യൻ്റേതല്ലാത്ത വളരെ ദയനീയവും എന്നാൽ ഭീകരമായൊരു ശബ്ദം വന്നു. എനിക്ക് തണുക്കുന്നു ബാബു, എന്നെ രക്ഷിക്കേ, എനിക്ക് തണുക്കുന്നു. അതിന് എൻ്റെ പേരറിയാമായിരുന്നു. അതെന്നോട് സംസാരിക്കുകയാണ്. ആ നീണ്ട കൈകൾ എൻ്റെ കഴുത്തിന് നേരെ നീണ്ടുവന്നു. ഐസ് കട്ടയേക്കാൾ തണുപ്പുള്ള ആ നഖങ്ങൾ എൻ്റെ തൊലിപ്പുറത്ത് തൊട്ടതും എൻ്റെ ശരീരം മുഴുവൻ ഒരു കറണ്ട് അടിച്ചതുപോലെ ഞാൻ അവിടെ വിറച്ചു നിന്നു. ഞാൻ മരിക്കാൻ പോവുകയാണ്, എനിക്കുറപ്പായി. ഞാൻ എൻ്റെ കണ്ണുകൾ മുറുകെ അടച്ചു. ഈശ്വര എന്ന് മനസ്സിൽ വിളിക്കാൻ മാത്രമാണ് എനിക്കപ്പോൾ കഴിഞ്ഞത്. പെട്ടെന്നായിരുന്നു വളരെ ഉച്ചത്തിൽ ഞെട്ടിക്കുന്ന ശബ്ദത്തിൽ ഒരു ഹോൺ മുഴങ്ങിയത്. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തോടെ പാളങ്ങളെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് ഒരു ട്രെയിൻ ആ ക്രോസിലേക്ക് പാഞ്ഞു വരുന്നു. വായുവിനെ കീറിമറിച്ചു വന്ന ആ വലിയ ശബ്ദം ട്രെയിനിൻ്റെ തീക്ഷ്ണമായ വെളിച്ചവും എൻ്റെ മേൽ പതിച്ചു. അപ്പോഴാണ് ഞാൻ വീണ്ടും കണ്ണു തുറന്നത്. ആ സെക്കൻഡിൽ തന്നെ ആ രൂപം ഒരു പുക പോലെ വായുവിൽ അലിഞ്ഞു പോകുന്നത് ഞാൻ കണ്ടു. ട്രെയിൻ പാഞ്ഞു പോയതും അടഞ്ഞു കിടന്ന റെയിൽവേ ഗേറ്റുകൾ വലിയൊരു ശബ്ദത്തോടുകൂടി തന്നെ തനിയെ മുകളിലേക്ക് ഉയർന്നു. ക്യാബിൻ്റെ ഉള്ളിലെ മണ്ണെണ്ണ വിളക്കും വീണ്ടും കത്താൻ തുടങ്ങി. എങ്ങനെയാണ് ബൈക്ക് സ്റ്റാർട്ടാക്കാൻ ധൈര്യം വന്നതെന്ന് എനിക്കിന്നും അറിയില്ല. ഞാൻ കിക്കറടിച്ചു. ബൈക്ക് സ്റ്റാർട്ടായതും ഒരൊറ്റ പാച്ചിലായിരുന്നു. പിന്നിലേക്ക് ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കിയതുപോലുമില്ല. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ബൈക്ക് കൊണ്ടുപോയി നിർത്തിയതും അമ്മ വന്ന് കതക് തുറന്നതും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അമ്മയുടെ മുന്നിലേക്ക് ഞാൻ ബോധരഹിതനായി വീണുപോവുകയായിരുന്നു. പിന്നീടുള്ള ഒരു 3 ദിവസത്തോളം
ഞാൻ കടുത്ത പനി ബാധിച്ച് അബോധാവസ്ഥയിലായിരുന്നു. കണ്ണു തുറക്കുമ്പോൾ എൻ്റെ കട്ടിലിനരികിൽ അമ്മയും അച്ഛനും പിന്നെ നാട്ടിലെ കുറച്ച് മുതിർന്ന ആളുകളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ പേടിച്ച് വിറച്ചുകൊണ്ട് അമ്മയോട് റെയിൽവേ ക്രോസിൽ കണ്ട കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ കുടുംബത്തിലെ കാരണവരായ ശങ്കരമാവൻ ആ ഭീകരമായ സത്യം എന്നോട് പറയുന്നത്. ഞാൻ ബൈക്ക് നിർത്തിയ ആ ചാത്തൻകാവ് റെയിൽവേ ക്രോസ് ഇരിക്കുന്ന സ്ഥലം ഞാൻ ജനിക്കുന്നതിന് മുമ്പ്, അതായത് 1960കളിൽ നടന്ന ഒരു ക്രൂരമായ കൊലപാതകത്തിൻ്റെ കഥ. ആ ഗ്രാമത്തിലെ മാലിനി എന്നൊരു പെൺകുട്ടിയെ അവളുടെ കാമുകൻ മറ്റൊരാളുമായുള്ള താല്പര്യം കാരണം ആ റെയിൽവേ ട്രാക്കിരിക്കുന്ന കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി. മണ്ണെണ്ണയൊഴിച്ച് ജീവനോടെ അവളെ തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചു. കരിഞ്ഞുരുകിയ ശരീരത്തോടെ അവൾ ആ വഴിയിലൂടെ ജീവന് വേണ്ടി ഓടി. ഒടുവിൽ പുറകെ ഓടി വന്ന അവളുടെ കാമുകൻ കയ്യിലുണ്ടായിരുന്ന വാൾ വെച്ച് അവളുടെ കഴുത്തിൽ വെട്ടി വീഴ്ത്തുകയായിരുന്നു. അവൾ അവിടെ കിടന്ന് തന്നെ മരിച്ചു. അന്നു മുതൽ ഇന്നുവരെ അമാവാസി രാവുകളിലും കടുത്ത മഞ്ഞുള്ള രാത്രികളിലും നീതി കിട്ടാതെ അലയുന്ന മാലിനിയുടെ ആത്മാവ് ആ റെയിൽവേ ക്രോസിൽ വരാറുണ്ട്. അവിടെ തനിച്ചാവുന്ന യാത്രക്കാരുടെ മുന്നിൽ അവൾ പ്രത്യക്ഷപ്പെടും. അവളെ കണ്ട പലർക്കും ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട്. ചിലർ പേടിച്ചു ഹൃദയാഘാതം വന്ന് മരിച്ചിട്ടുമുണ്ട്. അതിൽ നിന്നൊക്കെ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരാളായിരുന്നു ഞാൻ. ഇത്രയും കേട്ടതും എൻ്റെ ശരീരം വീണ്ടും വിറക്കുവാൻ തുടങ്ങി. ഏകദേശം ഒരാഴ്ചയെടുത്തു എൻ്റെ പനി വിട്ടുമാറുവാൻ. അതിനുശേഷവും പല വർഷങ്ങളെടുത്തു എൻ്റെ മനസ്സിൽ നിന്നും ഞാൻ കണ്ട ആ മുഖം പോകുവാനായിട്ട്. ഞാൻ പല രാത്രികളിലും പേടിച്ചൊച്ചു വെച്ച് എണീറ്റിട്ടുണ്ട്. ഇന്ന് 20 വർഷങ്ങൾക്ക് ശേഷവും രാത്രി സമയങ്ങളിൽ എനിക്കൊറ്റയ്ക്ക് യാത്ര ചെയ്യുവാൻ ഭയമാണ്. എവിടെയെങ്കിലും വെച്ച് കരിഞ്ഞ മാംസത്തിൻ്റെ മണമടിച്ച എൻ്റെ ശരീരം ഇന്നും അറിയാതെ ഒന്ന് വിറയ്ക്കും. നിങ്ങളോട് എനിക്കൊന്നേ പറയുവാനുള്ളൂ സുഹൃത്തുക്കളെ, രാത്രികാലങ്ങളിൽ ആളൊഴിഞ്ഞ റെയിൽവേ ക്രോസുകളിലോ വിജനമായ വഴികളിലോ വണ്ടി നിർത്തി ആർക്കെങ്കിലും വേണ്ടി കാത്തു നിൽക്കേണ്ടി വരുമ്പോൾ സൂക്ഷിക്കുക. ചുറ്റുമുള്ള ഉരുട്ടിലേക്ക് ഒന്ന് കണ്ണോടിക്കുക. മൂടൽമഞ്ഞിനെ കീറിമുറിച്ച് നിങ്ങളെ നോക്കി ഒരു രൂപം നടന്നു വരുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന ഒരു ഭയാനകമായ അനുഭവമായിരിക്കാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ഹൊറർ സീരീസ്. ഇതുപോലെയുള്ള ഭയാനകമായ അനുഭവങ്ങൾ കേൾക്കുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചാനലിൽ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ ഡിയിൽ ഞങ്ങൾക്ക് എഴുതുക. നന്ദി.